ഞാൻ ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയെ അനധികൃതമായി UDF ചേർത്തു, അതിനെ ചുക്കാൻ പിടിച്ചത് സതീശനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ വാദം സതീശന് വല്ലാത്ത ഒരു പരിക്ക് സതീശന് പാർട്ടിക്കകത്തും പുറത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ പാർട്ടിയെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഇടിപിടിയെന്ന് UDF ചേർത്തതെന്നുള്ളതിന് മറുപടി സതീശന് പോലും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അവർക്ക് UDF ചേരാനുള്ള യാതൊരു യോഗ്യതയില്ല. UDF 4 വർഷമായിട്ട് ചേർക്കാത്ത പാർട്ടി 5 വർഷം കാത്തിരുന്നിട്ടാണ് ഫോർവേഡ് ബ്ലോക്കിന് ചേർത്തത്. ഇപ്പോൾ തന്നെ നാഷണൽ ജനതാദൾ എന്നൊക്കെ പറഞ്ഞ പല പാർട്ടികളും UDF പിന്നെ അപേക്ഷ കൊടുത്തിട്ട് 3-4 വർഷമായിട്ട് പുറത്ത് നിൽക്കുന്നവരുണ്ട്. രാഷ്ട്രീയ പാർട്ടികളാണ് അവർ. ആ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും എടുക്കാത്ത സമയത്താണ് ഇതുപോലൊരു വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ആളാണ് രാജേന്ദ്രൻ വെള്ളപ്പലത്ത് നിന്നൊക്കെ കേൾക്കുന്നത്. അയാളെ കുന്നമംഗലത്ത് നിന്ന് മത്സരിപ്പിച്ചിട്ട് മന്ത്രിയാക്കാമെന്നൊക്കെ പറഞ്ഞെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനോടൊക്കെ ഞാൻ ശക്തമായിട്ട് എതിർപ്പാണ്. അത് പണം മേടിച്ചിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒരുപാട് വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആ വിവരങ്ങളൊക്കെ പറയേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തൊരു ദുരൂഹത ഞാൻ കാണുന്നു. എന്താണത്? കാരണം ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പരാതി വരുന്നത്. എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സതീശൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്.